ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ടെല്ലർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2024 പുറത്തിറങ്ങിയ ഇൻസൈഡ് ഔട്ട് 2 ആണ് കാണാൻ പോകുന്നത്. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും വലിയ വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും നാൾ വലിയ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനി മുതൽ മുടങ്ങാതെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. നമ്മുടെ ചാനലിൽ തന്നെ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് കാണുന്നതിന് മുൻപ് ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കണ്ടിട്ട് വരണേ. അപ്പോൾ മാത്രമേ സെക്കൻഡ് പാർട്ട് കറക്റ്റ് ആയി മനസ്സിലാവൂ. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സന്തോഷം, ദേഷ്യം, സങ്കടം, പേടി, വെറുപ്പ് ഇങ്ങനെ എല്ലാ വികാരങ്ങൾക്കും രൂപം നൽകി നമ്മൾ എപ്പോൾ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത് പോലും തീരുമാനിക്കുന്നത് ഈ വികാരങ്ങളാണെന്ന വിഷയത്തെ വളരെ ഭംഗിയായും കളർഫുള്ളായും ഡീറ്റെയിൽ ആയും പറഞ്ഞിരിക്കുന്നു. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ മറ്റു വികാരങ്ങൾക്കും പ്രാധാന്യമുണ്ട്. എല്ലാ വികാരങ്ങളും ചേർന്നതാണ് നമ്മുടെ ജീവിതം എന്നത് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് ഈ കഥ ആരംഭിക്കുന്നത്. റൈലിക്ക് ഇപ്പോൾ 13 വയസ്സായിരിക്കുന്നു. അതായത് റൈലി ജീവിതത്തിന്റെ പ്രധാന ഘട്ടമായ ടീനേജിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് പുതിയ വികാരങ്ങളും ഉണ്ടാവുന്നു. സോ മുൻപുണ്ടായിരുന്ന വികാരങ്ങൾക്കും പുതിയ വികാരങ്ങൾക്കും ഇടയിൽ ഒരു മത്സരം തുടങ്ങുന്നു. ഇതിൽ ആരാണ് പ്രധാനപ്പെട്ടതെന്നതാണ് ബാക്കി കഥ. ഓൾറെഡി ഉള്ള വികാരങ്ങളായ ജോയ്, സാഡ്നെസ്, ആങ്കർ, ഫിയർ ആൻഡ് ഡിസ്ഗസ്റ്റ് ഇവരെ പറ്റി നമുക്ക് നന്നായി അറിയാം. ഇവരാണ് പുതുതായി വന്ന വികാരങ്ങൾ. ഇവളാണ് ആങ്സൈറ്റി. ചെറിയൊരു കാര്യം നടന്നാൽ പോലും ഭയങ്കരമായി ടെൻഷൻ ആവും. ഇവൾ എൻവി, മറ്റുള്ളവരെ കണ്ട് അസൂയ തോന്നുന്ന വികാരം. ഇവൻ എംബാരസ്മെന്റ്, ഒരു സാധാരണ കാര്യത്തിന് പോലും ഭയങ്കരമായി നാണിക്കും. അവസാനമായി ആൻവി. എൻവി എന്നാണ് സ്പെല്ലിംഗ് എങ്കിലും ആൻവി എന്നാണ് വായിക്കുന്നത്. ഒരു വിഷയത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതെ എല്ലാ കാര്യവും മടിയോടെ കാണുന്ന വികാരം. റൈലിയുടെ തലച്ചോറിലുള്ള ഈ കൺസോൾ ആരാണോ തൊടുന്നത് അത് ആ കളറിലേക്ക് മാറും. അപ്പോൾ ഉണ്ടാകുന്ന ഓർമ്മകളും അതേ കളറിലാണ് സ്റ്റോർ ആകുന്നത്. ഇതിലുള്ള പ്രധാനപ്പെട്ട ഓർമ്മകൾ വെച്ചാണ് അവൾക്ക് സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും തലച്ചോറിനകത്തുള്ള ആ വ്യത്യസ്തമായ ലോകം കണ്ടാലോ? അതിനു മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് മലയാളികൾക്കായി, മലയാളികളുടെ സ്വന്തം മല്ലു ടെല്ലർ. ഈ പാർട്ടിലും അകത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഐസ് ഹോക്കി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹീറോയിൻ റൈലി ആൻഡേഴ്സൺ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. അവളുടെ ഫ്രണ്ട്സും അവൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നു. റൈലിയുടെ തലച്ചോറിനകത്തുള്ള വികാരങ്ങൾ അവളെ എങ്ങനെയെല്ലാം സഹായിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഇവിടെ ഒരു സീൻ കാണിക്കുന്നു. അതായത് ജോയ് അവളെ വളരെയധികം ഹാപ്പിയാക്കുന്നു. ആങ്കർ അവളെ ദേഷ്യപ്പെടുത്തി കറക്റ്റ് ടൈമിൽ ഗോൾ അടിപ്പിക്കുന്നു. ഫിയർ അവൾക്ക് പരിക്ക് പറ്റാതെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു. വെപ്രാളത്തിൽ അവൾ മറ്റൊരാളുടെ മൗത്ത് ഗാർഡ് യൂസ് ചെയ്യാൻ പോയതും ഡിസ്കസ് വന്ന് അവളെ തടയുന്നു. റൈലി ഒരു ഫൗൾ കാണിച്ചതും അവളെ ഗെയിമിൽ നിന്ന് പുറത്താക്കുന്നു. അതുകൊണ്ട് സാഡ്നെസ് അവിടെ വന്ന് അവളെ വിഷമിപ്പിക്കുന്നു. ആക്ച്വലി റൈലി കുക്കിങ്ങിൽ മോശമാണെങ്കിലും പഠിത്തത്തിൽ ടോപ്പറാണ്. മറ്റുള്ളവരോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറും. ടീനേജിൽ എത്തിയത് കൊണ്ട് വേഗത്തിൽ വളരുന്നു. അവളുടെ ഫേവറേറ്റ് ടീഷർട്ടും ചെറുതായി. റൈലിയുടെ ഗുണങ്ങൾ തീരുമാനിക്കുന്ന ദ്വീപുകളിൽ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. എല്ലാം അങ്ങനെ തന്നെയുണ്ട്. പ്ലേയിങ് ഗുണം, ഫാമിലി ഐലൻഡ്, പ്രധാനമായും അവളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ദ്വീപാണ് വലുതായിരിക്കുന്നത്. റൈലിയുടെ ഓർമ്മകളിൽ നിന്ന് ഈ ദ്വീപുകളാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഈ ഓർമ്മകൾ കാരണം അവളുടെ അടിമനസ്സിൽ നിന്ന് ചില വിശ്വാസങ്ങളും ഉണ്ടാവുന്നു. അതായത് അവൾ നല്ലൊരു ഫ്രണ്ട് ആണെന്നുള്ള വിശ്വാസം. ഒരു പ്രാവശ്യം അവളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു പെണ്ണിന് ചെറിയൊരു അബദ്ധം പറ്റിയത് കണ്ട് എല്ലാ കുട്ടികളും അവളെ നോക്കി ചിരിക്കാൻ തുടങ്ങുന്നു. പക്ഷെ റൈലി മാത്രമാണ് എനിക്കും ഇതുപോലെ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് ഫ്രണ്ട്ലി ആയി സംസാരിച്ചത്. ഇങ്ങനെയുള്ള ആത്മവിശ്വാസം ഒന്നു ചേർന്നാണ് അവളെ എപ്പോഴും ഒരു നല്ല പെൺകുട്ടിയാക്കുന്നത്. റൈലി വീണ്ടും ഗെയിമിലേക്ക് വരുന്നു. മാച്ച് അവസാനിക്കാൻ കുറച്ചു സമയം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഗോൾ അടിക്കണം. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഓരോരുത്തർ ഓരോ സജഷൻ പറയുമ്പോൾ ജോയ് മാത്രം നമ്മൾ ഒന്നും ചെയ്യണ്ട, ഈ വിഷയം റൈലി തനിയെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നു. ജോയ് പറഞ്ഞതുപോലെ തന്നെ റൈലി അവളുടെ മേലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ കളിച്ച് കറക്റ്റ് ടൈമിൽ ഫ്രണ്ടിന് പാസ് ചെയ്ത് ഗോൾ അടിച്ച് ആ മാച്ച് വിൻ ചെയ്യുന്നു. മാച്ച് കഴിഞ്ഞതും ഹൈസ്കൂൾ കോച്ച് വന്ന് നിങ്ങൾ 3 പേരും നന്നായി കളിച്ചു, പുതിയ ടീമിന്റെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, 3 പേരും അതിൽ പങ്കെടുക്കണമെന്ന് ക്ഷണിച്ചിട്ട് പോകുന്നു. ഞാൻ സ്വപ്നം കാണുകയാണോ? എന്നെ ആരെങ്കിലും ഒന്ന് നുള്ളിയേ. രാത്രി വീട്ടിൽ വെച്ച് പാരന്റ്സ് ഇന്ന് നീ നന്നായി കളിച്ചെന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നു. പക്ഷെ ഇവൾ ഇന്ന് ഫൗൾ ചെയ്തതുപോലെ ട്രെയിനിങ്ങിലും സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ ആവുന്നു. അങ്ങനെയൊന്നും നടക്കില്ലെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും അവളെ സമാധാനിപ്പിച്ച് ഉറങ്ങാൻ പറഞ്ഞിട്ട് പോകുന്നു. റൈലി ഉറങ്ങിയതിനു ശേഷം ജോയ് അവളുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ പൈപ്പ് ഓപ്പൺ ചെയ്ത് റൈലി ഇന്ന് ഫൗൾ ചെയ്ത ആ ഓർമ്മയെ ആ പൈപ്പിൽ വെച്ച് ആവശ്യമില്ലാത്ത ഓർമ്മകൾ വെച്ചിരിക്കുന്ന തലച്ചോറിന്റെ ബാക്ക് സൈഡിലേക്ക് അയക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് മുഴുവൻ നടന്ന റൈലിയെ വിഷമിപ്പിച്ച എല്ലാ ഓർമ്മകളെയും എടുത്തു തരാൻ പറഞ്ഞ് അതിനെയെല്ലാം തലച്ചോറിന്റെ ബാക്ക് സൈഡിലേക്ക് അയക്കുന്നു. മാച്ചിൽ ജയിച്ച ആ ഓർമ്മയെ മാത്രം എടുത്ത് ബാക്കിയെല്ലാ ഓർമ്മയെയും എപ്പോഴത്തെയും പോലെ ലോങ് ടേം മെമ്മറിയിലേക്ക് അയക്കുന്നു.
എല്ലാവരും ഉറങ്ങാൻ പോയതും ജോയ് മാത്രം ആ ഓർമ്മകളും എടുത്ത് റൈലിയുടെ ആത്മവിശ്വാസം രൂപപ്പെടുന്ന ഹെഡ്ക്വാർട്ടേഴ്സിനടിയിലുള്ള അടിമനസ്സിലേക്ക് പോകുന്നു. സാഡ്നസ് ഇതുവരെയും അവിടേക്ക് പോയിട്ടില്ല. ഇപ്രാവശ്യം ഞാനും വരുന്നെന്ന് പറഞ്ഞ് കൂടെ പോകുന്നു. രണ്ടുപേരും ഒരു ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് ഹെഡ്ക്വാർട്ടേഴ്സിനടിയിലുള്ള അടിമനസ്സിലേക്ക് പോകുന്നു. ഈ സ്ഥലം കാണാൻ തന്നെ വളരെയധികം ഭംഗിയാണ്. റൈലിയുടെ പ്രധാനപ്പെട്ട ഓർമ്മകളെല്ലാം ഇവിടെയാണുള്ളത്. ആ ഓർമ്മകളിൽ നിന്ന് അവൾക്ക് ഒത്തിരി ആത്മവിശ്വാസം രൂപപ്പെട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും എന്നെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ട്. ഞാൻ കഴിവുള്ളവളാണ്, കരുണയുള്ളവളാണ്, ധൈര്യശാലിയാണ്, നല്ലൊരു സുഹൃത്താണ്. ഇങ്ങനെ ഒത്തിരി ആത്മവിശ്വാസം അവിടെയുണ്ട്. ഇപ്പോൾ ജോയ് കൊണ്ടുവന്ന ഓർമ്മ വെച്ചതും ഞാനൊരു വിന്നറാണെന്ന പുതിയ വിശ്വാസവും രൂപപ്പെടുന്നു. ഇങ്ങനെയുള്ള എല്ലാ ചെറിയ ചെറിയ ആത്മവിശ്വാസവും ഒന്നിച്ചു ചേർന്ന് മൊത്തത്തിൽ ഞാനൊരു നല്ല പെൺകുട്ടിയാണെന്നുള്ള വലിയൊരു ആത്മവിശ്വാസവും രൂപപ്പെടുന്നു. ഇതാണ് സെൻസ് ഓഫ് സെൽഫ്, അതായത് റൈലിയുടെ തന്നെ പറ്റി തന്നെയുള്ള അറിവ്. രാത്രി ഇവരെല്ലാവരും ഉറക്കത്തിലായിരിക്കുമ്പോൾ കൺസോളിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോൾ റൈലിക്ക് ഇപ്പോൾ പ്രായപൂർത്തിയായിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനായ ജോയ് ആ ബൾബൂരി എടുത്ത് സ്പെഷ്യൽ പൈപ്പ് ലൈൻ തുറന്ന് അതിനകത്ത് വെച്ച് തലച്ചോറിന്റെ പുറകിലേക്ക് അയക്കുന്നു. പ്രശ്നം തീർന്നെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത സെക്കൻഡിൽ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്ത് മൈൻഡ് വർക്കേഴ്സ് അകത്തേക്ക് വരുന്നു. റൈലി ഇപ്പോൾ വലിയ പെൺകുട്ടി ആയതുകൊണ്ട് ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നത് പോലെ തന്നെ മനസ്സിനും ചില മാറ്റങ്ങൾ വരില്ലേ? അതുകൊണ്ട് മുഴുവൻ ഹെഡ്ക്വാർട്ടേഴ്സും ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നവയെല്ലാം എറിഞ്ഞും പൊട്ടിച്ചും ആ സ്ഥലം ഫുള്ള് പൊളിച്ചെടുക്കാൻ തുടങ്ങുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ജോയ് ചോദിക്കുമ്പോൾ പുതുതായി വരുന്നവർക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. റൈലിയുടെ കൺസോളും അപ്ഡേറ്റ് ചെയ്യുന്നു. റൈലി ഉറക്കത്തിൽ നിന്ന് എണീറ്റത് കൊണ്ട് അവരെല്ലാം അങ്ങനെ തന്നെ ഇട്ടിട്ട് പോകുന്നു. നീ ഇതുവരെ പോയില്ലേ എന്ന് അമ്മ കാഷ്വലായി ചോദിക്കുന്നു. ആങ്കർ ആ കൺസോളിൽ ചെറുതായെന്ന് തൊട്ടതും റൈലി വളരെയധികം ദേഷ്യത്തിൽ സംസാരിക്കുന്നു. സാഡ്നസ് ട്രൈ ചെയ്തതും അവൾ കരയാൻ തുടങ്ങുന്നു. ഡിസ്കസ് ട്രൈ ചെയ്തപ്പോൾ റൈലി എനിക്ക് എന്നെ തന്നെ ഇഷ്ടമാവുന്നില്ലെന്ന് പറഞ്ഞ് വെറുപ്പോടെ സംസാരിക്കുന്നു. അതായത് ഇപ്പോൾ ഈ കൺസോളിനെ അപ്ഡേറ്റ് ചെയ്തത് കൊണ്ട് ഇവർ ചെറുതായെന്ന് തൊട്ടാൽ പോലും റൈലി എല്ലാ കാര്യത്തിനും ഓവറായി റിയാക്ട് ചെയ്യുന്നു. എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചതനുസരിച്ച് സമാധാനത്തോടെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇവർ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും റൈലി ഇപ്പോഴും ഓവറായാണ് റിയാക്ട് ചെയ്യുന്നത്. അടുത്ത സീനിൽ റൈലി തന്റെ ഫ്രണ്ട്സിനെയും കൊണ്ട് പാരന്റ്സിനൊപ്പം ആ ഹോക്കി ക്യാമ്പിലേക്ക് പോകുന്നു. ഇവർ 5 പേരും ആവശ്യമില്ലാതെ കൺസോളിൽ തൊടാൻ പാടില്ലെന്ന് തീരുമാനിക്കുന്നു. റൈലിക്ക് ആ ഹോക്കി ടീമിൽ ചേരണമെന്ന് വലിയ ആഗ്രഹമാണ്. അവൾക്ക് ടീം ക്യാപ്റ്റൻ വാളോട്ടിസിനെ വളരെയധികം ഇഷ്ടവുമാണ്. ഫയറോക്സ് എന്ന ആ ഹോക്കി ടീമിൽ ചേരണമെന്ന് അവൾ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡിസ്കസ് റൈലിയുടെ ഫ്രണ്ട് എന്തോ ഒരു വിഷയം അവളിൽ നിന്ന് മറക്കുന്നതായി എക്സ്പ്രഷൻ വെച്ച് കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിന്റെ തലയ്ക്കകത്തുള്ള അവളുടെ വികാരങ്ങൾ നമ്മൾ എന്തോ മറക്കുന്നത് റൈലിക്ക് സംശയം തോന്നുന്നുണ്ടെന്ന് അവളുടെ എക്സ്പ്രഷൻ വെച്ചും കണ്ടുപിടിക്കുന്നു. ഇവർ രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെ നോക്കുന്നതെന്ന് ഇവളുടെ തലയ്ക്കകത്തുള്ള വികാരങ്ങൾ ഇവളെയും കൺഫ്യൂസ് ആക്കുന്നു. വിഷയം എന്താണെന്ന് വെച്ചാൽ അവളുടെ 2 ഫ്രണ്ട്സും ഹൈസ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിനായി വേറെ സ്കൂളിലേക്ക് പോകുന്നു. സോ റൈലിയുടെ സ്കൂളിൽ അവൾ ഫ്രണ്ട്സ് ഇല്ലാതെ തനിച്ചായിരിക്കും. തീർച്ചയായും നമുക്ക് വീക്കെൻഡിൽ മീറ്റ് ചെയ്യാമെന്ന് ഫ്രണ്ട്സ് പറഞ്ഞാലും റൈലിക്ക് വളരെയധികം വിഷമം തോന്നുന്നു. ഹേയ് സാഡ്നസ്, ഒന്ന് വെയിറ്റ് ചെയ്യ്, കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കാം. ഹോക്കി ക്യാമ്പിലേക്ക് വന്നതും ഫ്രണ്ട്സ് ആദ്യം തന്നെ ഇറങ്ങുന്നു. ഇവളോട് സംസാരിച്ചിട്ട് അച്ഛനും അമ്മയും പോയതിനു ശേഷം ഇവൾ തനിച്ചായപ്പോൾ സാഡ്നസ് അവളെ കരയിക്കുന്നു. തുടക്കത്തിൽ ആ ക്യാമ്പ് കണ്ട് അവൾ ചെറുതായി ഒന്ന് പേടിക്കുന്നു. ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അറിയാതെ ഹോക്കി ടീം ക്യാപ്റ്റനായ വാളോട്ടീസിനെ ഇരിക്കുന്നു. റൈലി അവളെ കണ്ടതും നിങ്ങളല്ലേ വാളോട്ടീസ്, എനിക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്, നിങ്ങൾക്ക് റെക്കോർഡുണ്ടല്ലേ എന്നിങ്ങനെ നിർത്താതെ സംസാരിക്കുന്നു. റൈലിയുടെ കൺസോൾ ഇപ്പോൾ ഓറഞ്ച് കളറിലാണുള്ളത്. അവിടെ ഒരു പുതിയ ഇമോഷൻ വന്നിരിക്കുന്നു. ഇവളാണ് ആങ്സൈറ്റി. നിങ്ങളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, നിങ്ങൾക്ക് കോഫി ഉണ്ടാക്കി തരാം, നിങ്ങളുടെ വസ്തുക്കൾ സൂക്ഷിക്കാം. ഇങ്ങനെ ആങ്സൈറ്റി വളരെ എനർജറ്റിക് ആയി സംസാരിക്കുന്നു. ഞങ്ങൾ എവിടെ താമസിക്കണമെന്ന് ചോദിക്കുന്നു. എന്താ ഞങ്ങളോ? എന്റെ പേര് എൻവി. വാവ്, നിങ്ങളുടെ മുടി സൂപ്പറാണ്. വാലിന്റെ മുടി നോക്കെന്ന് പറഞ്ഞ് റൈലിയെ തൊടിയിക്കാൻ ശ്രമിക്കുന്നു. എംബാരസ്മെന്റ് വന്ന് തൊടാൻ സമ്മതിക്കാതെ തടയുന്നു. ഇവൻ ആരെയും നോക്കാറുമില്ല, സംസാരിക്കാറുമില്ല, പക്ഷെ വളരെ നല്ലവനാണ്. ഹേയ്, എന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വരുന്നോ? റൈലി ഇതിനാണ് ആഗ്രഹിച്ചത്, പക്ഷെ എക്സൈറ്റഡ് ആവാതെ വളരെ നോർമലായി ബിഹേവ് ചെയ്യുന്നു. ഇതിന് കാരണം ആൻവിയാണ്. റൈലിയുടെ കൺസോളിനെ തന്നെ ഒരു ആപ്പ് യൂസ് ചെയ്താണ് കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ കാര്യത്തിലും അത്രത്തോളം മടിയാണ്. ഇപ്പോൾ ഫ്രണ്ട്സിന്റെ ഒപ്പം പോകണോ വാലിന്റെ ഒപ്പം പോകണോ എന്ന കൺഫ്യൂഷൻ വരുമ്പോൾ തൽക്കാലം വാലാണ് തന്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് ആങ്സൈറ്റി അവളെ വാലിന്റെ ഒപ്പം അയക്കുന്നു. പക്ഷെ ഫ്രണ്ട്സിനെ മറന്നല്ലോ എന്ന് ജോയ് പറയുന്നു. ഇവിടെ നോക്കൂ, റൈലിക്ക് പുതിയ ഫ്രണ്ട്സിനെ വേണമെങ്കിലും കിട്ടും, നമുക്കിപ്പോൾ വാലാണ് പ്രധാനം. റൈലിയുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ് ഫിയർ അവളെ രക്ഷിക്കുന്നത്. പക്ഷെ അവളുടെ കണ്ണിൽ കാണാത്ത കാര്യങ്ങളിൽ നിന്ന് ഞാനാണ് അവളെ രക്ഷിക്കേണ്ടത്. എന്റെ കയ്യിലുള്ള ഡേറ്റ വെച്ച് നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാം. ഈ ക്യാമ്പ് നമ്മൾ സീരിയസ് ആയി എടുത്തില്ലെങ്കിൽ വാലിന് റൈലി ഇഷ്ടമാവാതെ ആവും. പിന്നെ ഹോക്കി ടീമിൽ ചേരാനും കഴിയില്ല, സ്കൂളിൽ ഫ്രണ്ട്സും ഉണ്ടാവില്ല. ഹേയ്, നിന്റെ എനർജി എനിക്ക് ഒത്തിരി ഇഷ്ടമായി, പക്ഷെ നീ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുകയാണ്. ഞങ്ങളുടെ കാലത്ത് ഞങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുത്തശ്ശി അവിടേക്ക് വരുന്നു. ഇവരാണ് നൊസ്റ്റാൾജിയ. അയ്യോ മുത്തശ്ശി, നിങ്ങൾ വരാൻ ഇനിയും ഒത്തിരി സമയമുണ്ട്, ദയവ് ചെയ്ത് പോകൂ. റൈലി ചേഞ്ചിങ് റൂമിലേക്ക് വരുന്നു. അവിടെയുള്ള എല്ലാ പ്ലേയേഴ്സും ഇവളേക്കാൾ വലിയവരാണ്. വാൽ ഫയർഹോക്സ് ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു.
അവർ ചോദിക്കുന്നതിന് ജോയ് മറുപടി പറയുന്നതിനുള്ളിൽ ആങ്സൈറ്റി ഇടയ്ക്ക് കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയിക്കുന്നു. സിമ്പിളായി പറഞ്ഞാൽ ആങ്സൈറ്റി ഫ്രണ്ട്സിനേക്കാൾ പ്രാധാന്യം ഈ ക്യാമ്പിനാണ് കൊടുക്കുന്നത്. പക്ഷേ ജോയ് ഈ ക്യാമ്പിന് വേണ്ടി ഫ്രണ്ട്സിനെ ഉപേക്ഷിക്കാൻ പാടില്ല, എപ്പോഴും ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കോച്ച് അകത്തേക്ക് വന്നത് പോലും ശ്രദ്ധിക്കാതെ ജോളിയായി സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന കോച്ച് ക്യാമ്പ് കഴിയുന്നത് വരെ ആരും മൊബൈൽ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ് വാങ്ങിവെക്കുന്നു. ആങ്സൈറ്റിയെ കൺസോളിൽ തൊടാൻ സമ്മതിക്കാതെ ഇത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ജോയ് വീണ്ടും റൈലിയെ ചിരിപ്പിക്കുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന കോച്ച് എല്ലാ പ്ലേയേഴ്സിനും ഗ്രൗണ്ടിന് ചുറ്റും ഓടാൻ പറഞ്ഞ് പണിഷ്മെന്റ് കൊടുക്കുന്നു. ഞാൻ കാരണമാണ് എല്ലാവർക്കും പണിഷ്മെന്റ് കിട്ടിയതെന്ന് വിചാരിച്ച് റൈലി ഓൾറെഡി വിഷമത്തിലാണ്. അതിനിടയിൽ റൈലി എല്ലാം കുളമാക്കിയെന്ന് പറഞ്ഞ് വാലിന്റെ ഫ്രണ്ട്സ് അവളെ പറ്റി സംസാരിക്കുന്നു. അത് കണ്ട് എംബാരസ്മെന്റ് കൺസോളിന് മുകളിൽ കയറി കിടക്കുന്നു. ഇത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ ആങ്സൈറ്റി ഒരു ഐഡിയ ബൾബിട്ടതും റൈലി വാലിനെ മാത്രം ഫ്രണ്ടാക്കിയാൽ മതി, ഈ പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ച് വാലിന്റെ അടുത്തേക്ക് വന്ന് എന്നോട് ക്ഷമിക്കൂ, ഞാൻ അറിയാതെ ചെയ്തതാണെന്ന് വളരെ വിഷമത്തോടെ പറയുന്നു. വാൽ വളരെ കാമായി അതൊന്നും കാര്യമാക്കണ്ട, കൂളായിരിക്കെ, കോച്ചിന്റെ ശ്രദ്ധ നിന്നിലാണെന്ന് ഓർത്ത് സന്തോഷിക്കേ, നീയും ഞാനും ഒരേ ടീമിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ആങ്സൈറ്റി ഈ പ്രശ്നം പരിഹരിച്ചത് കൊണ്ട് എല്ലാവരും അവളെ പ്രശംസിക്കുന്നു. ഇനിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ജോയ് പറഞ്ഞതും ഇനിയും കുറച്ച് ജോലിയുണ്ടെന്ന് ആങ്സൈറ്റി പറയുന്നു. കോച്ച് പ്ലേയേഴ്സിനെ 2 ടീമായി പിരിയാൻ പറയുന്നു. റൈലിയെ അവളുടെ ഫ്രണ്ട്സ് വിളിക്കുന്നു. ഒരു വശത്ത് വാൽ അവളുടെ ടീമിലേക്ക് വിളിക്കുന്നു. ആങ്സൈറ്റി അവളെ വാലിന്റെ ടീമിലേക്ക് പോകാൻ പറയുന്നു. റൈലി അവളുടെ ഫ്രണ്ട്സിന് സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ സമ്മതിക്കില്ലെന്ന് ജോയ് പറയുന്നു. അതുകൊണ്ട് ആങ്സൈറ്റി ആ വിശ്വാസത്തെ തന്നെ പൂർണ്ണമായും തലച്ചോറിന്റെ പുറകിലേക്ക് അയക്കുന്നു. ഇത് കാരണം റൈലി വാലിന്റെ ടീമിൽ ചേരുന്നു. അത് കണ്ട് ഫ്രണ്ട്സ് അവളെ വ്യത്യസ്തമായി നോക്കുന്നു. എന്താ ചെയ്യുന്നത്, ഇത് നമ്മുടെ റൈലി അല്ല. അത് ശരിയാണ്, ഞാൻ പുതിയൊരു റൈലിയെ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആങ്സൈറ്റി അവളുടെ മെമ്മറിയും എടുത്ത് താഴേക്ക് പോകാൻ തുടങ്ങുന്നു. ഇവർ അവളെ തടയാൻ ശ്രമിക്കുന്നു. ഇവിടെ നോക്കൂ, റൈലി ഇപ്പോൾ വളർന്നു, നിങ്ങളെയൊന്നും ഇനി അവൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞതും എംബാരസ്മെന്റ് എല്ലാവരെയും ഒരു ബോട്ടിലിനകത്ത് അടച്ചു വെക്കുന്നു. വിഷമിക്കേണ്ട റൈലി, ഇനി നിന്നെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇവരെല്ലാം ലിഫ്റ്റ് വഴി താഴേക്ക് വരുന്നു. ആങ്സൈറ്റി അവളുടെ ഓർമ്മയിൽ നിന്ന് റൈലി ഫയർഹോക്സ് ടീമിൽ ചേർന്നാൽ ഫ്രണ്ട്സിനെ കിട്ടുമെന്നുള്ള പുതിയൊരു വിശ്വാസം ഉണ്ടാക്കുന്നു. അതിൽ നിന്നൊരു പുതിയ സെൻസ് ഓഫ് സെൽഫ് രൂപപ്പെടുന്നു. പുറത്ത് ബോട്ടിലിനകത്തായിരുന്ന ഇവരെ എല്ലാവരെയും മൈൻഡ് വർക്കേഴ്സ് വോൾട്ട് ബിൽഡിങ്ങിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അതായത് റൈലിയുടെ മനസ്സിലുള്ള എല്ലാ രഹസ്യങ്ങളെയും ഇവിടെയാണ് ഭദ്രമായി സൂക്ഷിക്കുന്നത്. അതിലൊരു വാൾട്ടിനകത്താണ് ഇവരെ എല്ലാവരെയും കൊണ്ടുവന്ന് അടച്ചിരിക്കുന്നത്. റൈലിക്ക് നമ്മുടെ സഹായം അത്യാവശ്യമാണ്. ഇനി എന്താണ് ചെയ്യുന്നതെന്നോർത്ത് എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു ക്യാരക്ടർ വരുന്നു. ഇവന്റെ പേരാണ് ബ്ലൂഫി. റൈലി പ്രീ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഈ ഷോയാണ് വളരെയധികം ഇഷ്ടത്തോടെ കണ്ടിരുന്നത്. ഇപ്പോഴും അവൾക്കത് ഇഷ്ടമാണ്, പക്ഷെ പുറത്തു പറയുന്നില്ല. അതുകൊണ്ടാണ് അവൻ ഇപ്പോൾ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തുള്ളത്. ഇവിടെ നിന്ന് എങ്ങനെയാണ് പുറത്തു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ബ്ലൂഫി അവന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നു. നോക്കുമ്പോൾ അവിടെ ഒരു വീഡിയോ ഗെയിം ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിനോട് റൈലിക്ക് ഒരു ഇഷ്ടവുമുണ്ട്. ഡീപ് ഡാർക്ക് സീക്രട്ട് എന്ന് പറഞ്ഞ് മറ്റൊരു ക്യാരക്ടറുമുണ്ട്. പക്ഷെ അത് എന്ത് സീക്രട്ട് ആണെന്ന് ആർക്കും അറിയില്ല. ആക്ച്വലി വീഡിയോ ഗെയിമിൽ ഇവന്റെ പവർ മൂവ് പോലും വേസ്റ്റ് ആയതുകൊണ്ടാണ് ഇവനെ ഇഷ്ടമാണെന്ന കാര്യം പോലും പുറത്തു പറയാതെ റൈലി രഹസ്യമായി സൂക്ഷിക്കുന്നത്. തീർച്ചയായും ഇവനവരെ രക്ഷിക്കാൻ കഴിയില്ല, എന്നാലും ട്രൈ ചെയ്യുന്നു. പക്ഷെ അല്പം പോലും വർക്കാവുന്നില്ല. പക്ഷെ ഡാർക്ക് സീക്രട്ട് ഒറ്റയിടിയിൽ തന്നെ ആ ബോട്ടിൽ തകർക്കുന്നു. ബ്ലൂഫിയുടെ ഇടുപ്പിലുള്ള പൗച്ച് ആക്ടിവേറ്റ് ആവണമെങ്കിൽ എല്ലാവരും ഒന്നിച്ച് പൗച്ചി എന്ന് ഉറക്കെ പറയണം. അവർ പറഞ്ഞതും അത് ആക്ടിവേറ്റ് ആവുന്നു. അതിനകത്ത് നിന്നൊരു ബോംബ് കിട്ടിയപ്പോൾ ആ വോൾട്ട് തകർത്ത് എല്ലാവരും പുറത്തു വരുന്നു. പക്ഷേ ഡാർക്ക് സീക്രട്ട് മാത്രം ഞാൻ പുറത്തു വരാൻ പാടില്ലെന്ന് പറഞ്ഞ് അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്യുന്നു. പക്ഷെ മൈൻഡ് വർക്കേഴ്സ് അവരെ കാണുന്നു. ഈ വീഡിയോ ഗെയിം ക്യാരക്ടർ എന്തോ ഒരു വിശ്വാസത്തിൽ എപ്പോഴത്തെയും പോലെ ഉരുണ്ടതും അവിടെ എന്തൊക്കെയോ സംഭവിച്ച് മൈൻഡ് വർക്കേഴ്സ് തനിയെ വോൾട്ടിനകത്ത് പോയി ലോക്ക് ആവുന്നു. വോൾട്ടിൽ നിന്ന് പുറത്തു വന്ന ഇവരെല്ലാവരും ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നതിന് മുൻപ് റൈലിക്ക് അവൾ ആരാണെന്ന് മനസ്സിലാക്കിക്കണമെങ്കിൽ അവളുടെ സെൻസ് ഓഫ് സെൽഫ് തീർച്ചയായും ആവശ്യമായതുകൊണ്ട് അത് എടുക്കുന്നതിനായി തലച്ചോറിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്നു. അടുത്തുകൂടി പോകുന്ന ആഹാരത്തിന്റെ നീർച്ചാലിൽ കൂടി പോയാൽ തലച്ചോറിന്റെ ബാക്ക് സൈഡിലേക്ക് വേഗം തന്നെ പോകാം. അവിടെയുള്ള സെൻസ് ഓഫ് സെൽഫിനെ വീണ്ടും ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നതാണ് ഇവരുടെ പ്ലാൻ. പക്ഷേ ലോങ് ടൈം മെമ്മറീസും സേവ് ചെയ്ത് വെക്കുന്ന ഈ സ്ഥലത്ത് ഒത്തിരി ചേഞ്ചസ് വരുത്തിയിരിക്കുന്നു. വഴിയെല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നു. എങ്ങനെ അവിടേക്ക് പോകണമെന്ന് ഇവൾക്കൊരു ഐഡിയയുമില്ല. ഇന്ന് റൈലി വളരെ നേരത്തെ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ ഹോക്കി ടീമിൽ സെലക്ട് ആവുന്നതിന് വേണ്ടി ആങ്സൈറ്റി അവളെ നേരത്തെ തന്നെ ഉണർത്തി പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്. നോക്കുമ്പോൾ അവിടേക്ക് വാൽ വരുന്നു. അവൾക്കും നേരത്തെ എണീറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ശീലമുണ്ടെന്ന് തോന്നുന്നു. സോ അവർ രണ്ടുപേരും ഒരുപോലെ ആയതിൽ ആങ്സൈറ്റി ഹാപ്പി ആവുന്നു. വാലിനോട് ക്ലോസ് ആവുന്നതിന് വേണ്ടി ഇവൾ ചില കാര്യങ്ങൾ ചോദിക്കുന്നു. എല്ലാത്തിനും മറുപടി പറഞ്ഞ് രാത്രി ഫ്രണ്ട്സിന്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ പോവുകയാണ്, വരുന്നോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും എൻവി ഹാപ്പി ആവുന്നു. റൈലി ഓക്കെ പറയുന്നു. മാച്ച് ടൈം ആയതുകൊണ്ട് എല്ലാവരും അവിടേക്ക് വരുന്നു. റൈലി തന്റെ ഫ്രണ്ട്സിനെ ശ്രദ്ധിക്കുന്നേയില്ല. രാവിലെ നേരത്തെ എണീറ്റത് കൊണ്ട് തനിക്ക് വിശക്കുന്നെന്ന് പറയുന്നു. അതുകൊണ്ട് ആഹാരത്തിന്റെ നീർച്ചാലിലൂടെ ഫുഡ് ഐറ്റംസ് ഒഴുകി നടക്കുന്നു. ആ സെൻസ് ഓഫ് സെൽഫ് എടുത്തതിന് ശേഷം എല്ലാവരും
ഇതിലെ തന്നെ തിരികെ പോയാൽ ലേറ്റ് ആവില്ലേ? അതിനു പകരം ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ആരെങ്കിലും റീകോൾ ചെയ്താൽ ആ ട്യൂബിലൂടെ എല്ലാവർക്കും തിരിച്ചു പോകാമെന്ന കാര്യം സാഡ്നസ് ഇപ്പോഴാണ് പറയുന്നത്. ഐഡിയ നന്നായിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ആരാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അവളെ നോക്കുന്നു. പക്ഷെ സാഡ്നസ് തന്നെ കൊണ്ട് അതിന് പറ്റില്ലെന്ന് പറഞ്ഞ് വളരെയധികം പേടിക്കുന്നു. എന്നെ കൊണ്ട് പറ്റില്ല ജോയ് അടുത്തുണ്ടായിരുന്ന ഒരു വോക്കി ടോക്കി എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് തീർച്ചയായും നിന്നെ കൊണ്ടത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നു. വാൽ റൈലിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ചോക്ലേറ്റ് കൊടുത്താലും വാലിനോട് നോ പറയാൻ കഴിയാത്തത് കൊണ്ട് എൻവി അത് വാങ്ങി കഴിപ്പിക്കുന്നു. അതുകൊണ്ട് അത്രയും നേരം പിസ്സയൊക്കെ ഒഴുകിക്കൊണ്ടിരുന്ന നീർച്ചാലിലൂടെ ഇപ്പോൾ അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ബ്രോക്കോളിയാണ് ഒഴുകുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സിൽ എന്താണോ ചെയ്യുന്നതെന്ന് പുലമ്പിക്കൊണ്ട് വേറെ വഴിയില്ലാതെ എല്ലാവരും അതിൽ കയറുന്നു. ഹോക്കി നന്നായി കളിച്ചാൽ മാത്രം മതി, എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടുമെന്ന വിശ്വാസം ആൻസൈറ്റി വീണ്ടും ഉണ്ടാക്കുന്നു. ഇവൾ ഗോൾ അടിക്കുമ്പോൾ എല്ലാവരും വന്ന് ഇവളോട് സംസാരിക്കുന്നു. മാച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സ് എല്ലാം പുറത്തേക്ക് പോകുമ്പോൾ കോച്ചിന്റെ റൂമിൽ ഒരു റെഡ് കളർ നോട്ട് ഇരിക്കുന്നത് കാണുന്നു. നമ്മുടെ കോച്ച് ആ ബുക്കിലാണ് എല്ലാ പ്ലേയേഴ്സിനെയും പറ്റി എഴുതിയിരിക്കുന്നതെന്ന് അവർ പറയുന്നു. ഇവർ രണ്ടുപേരും കോച്ച് ആ നോട്ടിൽ എന്തായിരിക്കും എഴുതിയിരിക്കുന്നത്, ഒരുപക്ഷെ ടീമിൽ സെലക്ട് ആയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ടെൻഷനോടെ സംസാരിക്കുന്നു. ഇന്നത്തെ മാച്ച് റൈലി വളരെ നന്നായാണ് കളിച്ചത്, എന്നാലും ഇവർ നല്ലതൊന്നും ചിന്തിക്കാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അവരോടൊപ്പം നടന്നു പോകുമ്പോൾ അവരുടെ കൈയും റൈലിയുടെ കൈയും കമ്പയർ ചെയ്ത് എൻവി ആവശ്യമില്ലാതെ ചിന്തിക്കുന്നു. അവർ എന്തിനാണ് ചിരിക്കുന്നതെന്ന് അറിയാതെ ആങ്സൈറ്റി അവളെ ചിരിപ്പിക്കുന്നു. അവർ അവളെ വ്യത്യസ്തമായി നോക്കിയപ്പോൾ അവൾ എംബാരസ് ആവുന്നു. മൊത്തത്തിൽ ഹെഡ് ക്വാർട്ടേഴ്സിലെല്ലാം കുളമായി കൊണ്ടിരിക്കുകയാണ്. ഫിയർ ഒരു വശത്ത്, ആങ്സൈറ്റി വേറെ പ്ലാൻ തയ്യാറാക്കി കാണും, ഇങ്ങനെ ചെയ്ത് കാണും, അങ്ങനെ ചെയ്ത് കാണും, ഇങ്ങനെ അവളെ പറ്റി സംസാരിക്കുന്നു. നിനക്ക് ഏത് മ്യൂസിക്കാണ് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ റൈലി അവൾക്ക് ഇഷ്ടമുള്ളത് പറയുന്നു. പക്ഷെ അത് അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എംബാരസ് ആവുന്നു. അവർക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ച് എൻവിയും ആങ്സൈറ്റിയും മ്യൂസിക്കിനെ പറ്റിയുള്ള എല്ലാ മെമ്മറീസിനെയും റീകോൾ ചെയ്യുന്നു. അതുകൊണ്ട് ട്യൂബിനകത്തുണ്ടായിരുന്ന സാഡ്നസ് ഈസിയായി ഹെഡ് ക്വാർട്ടേഴ്സിലെത്തുന്നു. മറ്റുള്ളവർ കാണുന്നതിന് മുൻപ് തന്നെ ഒളിച്ചിരിക്കുന്നു. ഇവർ അവർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു മ്യൂസിക് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ മ്യൂസിക് കേൾക്കുന്നുണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ ആൻവി വന്ന് അവൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കിനെ തന്നെ ഇഷ്ടമില്ലാത്തതുപോലെ സംസാരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കളിയാക്കലുകളുടെ ഗുണമുള്ള സ്ഥലത്ത് വലിയൊരു വിള്ളൽ ഉണ്ടാവുന്നു. ഭാഗ്യത്തിന് ഇവർ ജസ്റ്റ് മിസ്സിൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അയ്യോ, എല്ലാം തകർന്നല്ലോ, നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ഫിയർ പേടിക്കുമ്പോൾ ജോയ് അപ്പുറത്തുണ്ടായിരുന്ന മൈൻഡ് വർക്കേഴ്സിനോട് സഹായം ചോദിക്കുന്നു. പക്ഷെ അവൾ സഹായം ചോദിക്കുന്നത് കളിയാക്കലുകളുടെ വിള്ളൽ കടന്നു വരുന്നത് കൊണ്ട് ഇവർക്കത് കളിയാക്കുന്നത് പോലെയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവർ ദേഷ്യത്തിൽ പോകുന്നു. ഫ്രണ്ട്സ് വന്ന് നിനക്ക് ആ മ്യൂസിക് ഇഷ്ടമല്ലേ, പിന്നെന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. പക്ഷെ ആൻവി റൈലിയെ അതിന് ചേർത്ത് കളിയാക്കുന്നത് പോലെ സംസാരിപ്പിക്കുന്നു. ഓ, ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? വേറെ വഴിയില്ല, നമ്മൾ ചുറ്റി വേണം പോകാൻ, പെട്ടെന്ന്. റൈലി അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ആക്ട് ചെയ്യുന്നു. ആങ്സൈറ്റി ആ ഓർമ്മകൾ കളക്ട് ചെയ്യുന്നു. നാളെ നടക്കാൻ പോകുന്ന മാച്ചിനനുസരിച്ചാണ് കോച്ച് ടീമിനെ സെലക്ട് ചെയ്യുന്നത്. പുതുതായി വന്നപ്പോൾ 2 ഗോൾ അടിച്ച ഒരേ ഒരാൾ വാലാണ്. അങ്ങനെയാണ് അവൾ ടീമിലേക്ക് സെലക്ട് ആയത്. ഒരുപക്ഷെ നീയും അങ്ങനെ ചെയ്താൽ തീർച്ചയായും സെലക്ട് ആവുമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. നാളെ ആവുന്നതിന് മുൻപ് പുതിയ സെൻസ് ഓഫ് സെൽഫ് വരില്ലല്ലോ എന്ന് എൻവി ചോദിക്കുമ്പോൾ ആങ്സൈറ്റി അവളുടെ എല്ലാ മെമ്മറീസും എടുത്തുകൊണ്ട് പോകുന്നു. നോക്കുമ്പോൾ കളിയാക്കലുകളുടെ വിള്ളലിൽ വീണ ബ്രോക്കോളി ഇവിടെയുണ്ട്. ഇവിടെ ജോയ് എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണമെന്നൊരു ഐഡിയമില്ലാതെ എല്ലാവരുമായി പോകുന്നു. മൈൻഡ് വർക്കേഴ്സിന്റെ വണ്ടിയിൽ കയറി മുകളിൽ പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് വർക്കാവുന്നില്ല. ആ പ്യൂബർട്ടി അലാറം അടിച്ചത് മുതൽ ഇവിടെ ഒന്നും ശരിയല്ല. നമ്മൾ കുപ്പിക്കകത്താകപ്പെട്ടു. ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. രാത്രി 1 മണിയായിട്ടും റൈലി ഉറങ്ങിയിട്ടില്ല. ഇതെല്ലാം ശരിയാക്കാൻ കഴിയുമെന്ന് ജോയ് സ്വപ്നം കാണുന്നെന്ന് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേ, ഞാൻ സ്വപ്നം കാണുകയാണ്. എപ്പോഴും ഇത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറഞ്ഞ് എല്ലാ ചോദ്യവും എന്നോട് തന്നെ ചോദിച്ചാൽ എനിക്ക് എങ്ങനെ ഉത്തരം അറിയാം? ഞാൻ ജോയ് ആണ്. പക്ഷെ ഇത്രയെന്ന് വെച്ചാണ് പോസിറ്റീവ് ആയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ തലച്ചോറിന്റെ പുറകിലേക്ക് പോകാൻ പോലും കഴിയുന്നില്ല. ആൻസൈറ്റി പറഞ്ഞതുപോലെ റൈലിക്കിനി നമ്മളെ ആവശ്യമില്ല. അത് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ജോയ്, നീ ഇതിനു മുൻപ് ഒത്തിരി തെറ്റുകൾ ചെയ്തിരിക്കാം, ഇനിയും ചെയ്യുമായിരിക്കാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ആയിരിക്കാൻ കഴിയുമോ? കമോൺ, എണീറ്റ്. സോ ആങ്കർ മൈൻഡ് വർക്കേഴ്സിന്റെ വാക്യൂം ട്യൂബ് യൂസ് ചെയ്ത് എല്ലാവരെയും മുകളിൽ എത്തിക്കുന്നു. മുകളിലേക്ക് വന്നതിന് ശേഷം അവർക്ക് ആ സെൻസർ സെൽഫ് നന്നായി കാണാൻ സാധിക്കുന്നു. അങ്ങനെ അതിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ഇവിടെ പുതിയ സെൻസർ സെൽഫ് പകുതിയോളം വന്നു കഴിഞ്ഞു. ടീമിലുള്ള എല്ലാവർക്കും റൈലിയെ ഇഷ്ടമായി. പക്ഷേ കോച്ച് സെലക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ആങ്സൈറ്റി വീണ്ടും ടെൻഷൻ ആവുന്നു. ആങ്സൈറ്റിയുടെ തീരുമാനങ്ങൾ എംബാരസിംഗ് ആയി ഇവന് ഫീൽ ചെയ്യുന്നു. അപ്പോൾ യാദൃശികമായി അവിടെയുള്ള സാഡ്നെസ്സിനെ അവൻ കാണുന്നു. പക്ഷെ മറ്റുള്ളവർ കാണാതെ അവൻ തന്നെ അവളെ കവർ ചെയ്യുന്നു. താങ്ക്സ്. രാത്രി ഒത്തിരി ജോലിയുണ്ട്. ഇവിടെ ഇവർ ഇമാജിനേഷൻ ലാൻഡിലേക്ക് വന്നിരിക്കുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെയല്ല, ഇപ്പോൾ ഇവിടെ ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. മൗണ്ട് റഷ്മോർ പോലെ ഇവിടെ ക്രഷ്മോർ എന്നൊരെണ്ണമുണ്ട്. അതിലൊരാൾ ആ വീഡിയോ ഗെയിം ക്യാരക്ടറാണ്. അതിനടുത്തായി പില്ലോസ് മാത്രം കൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിനകത്ത് ഓറഞ്ച് കളർ കണ്ട് സംശയം തോന്നിയ ജോയ് അകത്തേക്ക് പോയി നോക്കുന്നു. പൊതുവെ നമ്മൾ ടെൻഷൻ ആവുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ?
അതുപോലെ തന്നെ റൈലിയുടെ ജീവിതത്തിൽ എന്തെല്ലാം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെയുള്ള മൈൻഡ് വർക്കേഴ്സ് ഓരോരുത്തരും ഓരോന്ന് വരച്ചു കാണിക്കുന്നു. പക്ഷെ അതോരോന്നും നെഗറ്റീവാണ്, ഒരെണ്ണം പോലും പോസിറ്റീവ് ആയിട്ടില്ല. എല്ലാവരും ആങ്സൈറ്റിയുടെ കൺട്രോളിലായതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നു. നല്ല കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് ആർക്കും തോന്നുന്നില്ല. അതായത് ആങ്സൈറ്റി റൈലിയുടെ ചിന്തിക്കാനുള്ള കഴിവിനെ അവൾക്കെതിരായി തന്നെ യൂസ് ചെയ്യുന്നു. അവിടെ ഇരുന്നൊരു വർക്കർ എണീറ്റ് പോയതും ഇവരെല്ലാവരും ആ ക്യാബിനിലേക്ക് വന്ന് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു. ആ പ്രൊജക്ഷൻ എംബാരസ്മെന്റ് റൈലിക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷമാണ് അവൾ റിലാക്സ് ആവുന്നത്. പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരേ ഒരാൾ ജോയ് ആണ്. അവൾ ഇവിടെ ഉണ്ടെന്ന് ആങ്സൈറ്റി കറക്റ്റ് ആയി കണ്ടുപിടിക്കുന്നു. അവളെ പിടിക്കുന്നതിനായി മൈൻഡ് പോലീസിനെയും വിളിക്കുന്നു. നോക്കൂ, നിങ്ങൾ ആരും ആങ്സൈറ്റി പറയുന്നത് കേൾക്കരുത്. സത്യത്തിൽ നിങ്ങൾ റൈലി സന്തോഷമായിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവളെ വേദനിപ്പിക്കുന്നത് നിർത്തൂ. റൈലി വാലിനേക്കാൾ നന്നായി കളിച്ചാൽ വാൽ അവളെ വെറുക്കും. വാലിനേക്കാൾ നന്നായി കളിച്ചാൽ വാലിന് അവളോട് റെസ്പെക്ട് തോന്നും. ഇങ്ങനെ ആങ്സൈറ്റി നെഗറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ ജോയ് അതെല്ലാം പോസിറ്റീവാക്കി സംസാരിക്കുന്നു. അത് കേട്ട മൈൻഡ് വർക്കേഴ്സും പോസിറ്റീവായ കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നു. ആക്ച്വലി ആങ്സൈറ്റി നിങ്ങൾ എല്ലാവരെയും കൊണ്ട് തെറ്റായ കാര്യങ്ങളാണ് ചെയ്യിക്കുന്നതെന്ന് ആങ്കർ പറയുമ്പോൾ മൈൻഡ് വർക്കേഴ്സ് അത് മനസ്സിലാക്കി ആ ജോലി വേണ്ടെന്ന് വെച്ച് പോകുന്നു. റൈലി സമാധാനമായി ഉറങ്ങുന്നു. അതേസമയം മൈൻഡ് പോലീസ് അവിടേക്ക് വരുമ്പോൾ ഇവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. റൈലിയുടെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു പരേഡ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അവർ അതിലൊരു ബലൂണിൽ പിടിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. ജോയ്ക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. എന്തെല്ലാം നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് പ്രിപ്പയർ ആയിരിക്കാൻ പറ്റൂ. ആ കോച്ചിന്റെ മനസ്സിൽ എന്താണ് ഉള്ളതെന്നും അറിയില്ല. ആ ബുക്ക് എടുത്ത് നോക്കിയാലോ എന്ന് ചിന്തിച്ച് റൈലി ഉണർത്തി കോച്ചിന്റെ റൂമിലേക്ക് പോയി ആ ബുക്ക് എടുത്ത് വായിക്കാൻ പറഞ്ഞ് തെറ്റായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. സാഡ്നസ് വാക്കി ടോക്കിയിലൂടെ ജോയെ വിളിച്ച് നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. സാഡ്നസ് എങ്ങനെയെങ്കിലും അവളെ ഇത് ചെയ്യാതെ തടയണം, പക്ഷെ പിടിക്കപ്പെടരുതെന്ന് ജോയ് പറയുന്നു. റൈലി ആ റൂമിലേക്ക് പോയതും ആരോ വരുന്നത് പോലെ തോന്നുന്നു. ഉടനെ അവൾ ഒളിച്ചിരിക്കുന്നു. ഇവർ മൂന്നുപേരും പേടിച്ചിരിക്കുന്നു. ഭാഗ്യത്തിന് വന്നവർ ഒന്നും കാണാതെ പോകുന്നു. സാഡ്നസ് ആൻവിയുടെ ഫോൺ യൂസ് ചെയ്ത് റൈലിയെ കരയിച്ച് ആ ബുക്ക് വായിക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ കൺസോളിന്റെ കളർ മാറിയത് കണ്ട് സാഡ്നസ് അവിടെ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. ഇവർ അവളെ അന്വേഷിക്കുന്നു. നോക്കുമ്പോൾ സാഡ്നസ് ഒരു ബെഡ്ഷീറ്റ് മൂടി താൻ ഒളിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചിരിക്കുന്നു. ആങ്സൈറ്റി ആ ഫോൺ വാങ്ങി റൈലിയെ ആ ബുക്ക് വായിപ്പിക്കുന്നു. സാഡ്നസിനെ കെട്ടിത്തൂക്കിയിടുന്നു. കോച്ച് ആ നോട്ടിൽ റൈലി ഇനിയും റെഡി ആയിട്ടില്ലെന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ആങ്സൈറ്റി ടെൻഷൻ ആവുന്നു. കോച്ചിന്റെ മനസ്സ് മാറ്റാൻ നമുക്ക് ഒത്തിരി ഐഡിയ വേണമെന്ന് പറയുന്നു. നോക്കുമ്പോൾ റൈലിയുടെ മൈൻഡിൽ ഒരു ഐഡിയ മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഐഡിയ ബൾബ് എല്ലാം മഴയായി പെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ ഐഡിയ എല്ലാം തെറ്റായ രീതിയിലുള്ളതാണ്. ഒരെണ്ണം പോലും ശരിയായതില്ല. അതുകൊണ്ട് ജോയ് തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാ ബൾബും പൊട്ടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പോകുമ്പോൾ അവർ ഐഡിയ ബൾബിന്റെ ചുഴലിക്കാറ്റിൽ പോയി കൊടുക്കുന്നു. ഇവിടെ ആങ്സൈറ്റിക്ക് ഇത്ര ഐഡിയാസ് കിട്ടിയിട്ട് മതിയാവുന്നില്ല. ഒരു വലിയ ഐഡിയ വേണമെന്ന് പറയുന്നു. ഇവരൊരു വലിയ ഐഡിയ ബൾബ് കാണുന്നു. അതിൽ കയറിപ്പോയാൽ വേഗം തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നെത്താം. ഇതെല്ലാം നടക്കാതെ തടയാനും കഴിയുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ആ ബൾബ് മാത്രം അകത്തേക്ക് പോകുന്നു. ഇവരാരും പോകുന്നില്ല. ഫിയറിന് എല്ലാ കാര്യത്തെയും പേടിയല്ലേ, അതുകൊണ്ട് അവന്റെ കയ്യിൽ ഒരു പാരച്യൂട്ട് ഉണ്ട്. അത് വെച്ച് അവരെ എല്ലാവരെയും സേഫ് ആയി രക്ഷിക്കുന്നു. ഇവരെല്ലാം ഇപ്പോൾ തലച്ചോറിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നിരിക്കുന്നു. റൈലിയുടെ പുതിയ സെൻസ് ഓഫ് സെൽഫ് കംപ്ലീറ്റ് ആവാൻ ഇനി ഒരേ ഒരു മെമ്മറി മതിയെന്ന് പറഞ്ഞ് ആ വലിയ ഐഡിയ ബൾബിനെ കൺസോളിൽ വെക്കുന്നു. നോക്കുമ്പോൾ ഫയർഹോക്ക് ടീമിലുള്ള എല്ലാവരെയും പോലെ റൈലിയും തന്റെ മുടിയിൽ റെഡ് കളർ അടിച്ചിരിക്കുന്നു. വാൽ അത് കണ്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. ആങ്സൈറ്റി വാൽ 2 ഗോളല്ലേ അടിച്ചത്, നമുക്ക് 3 അടിക്കാമെന്ന് പറഞ്ഞ് വാൽ റൈലിയെ പ്രശംസിച്ച മെമ്മറിയുമായി വീണ്ടും താഴേക്ക് പോകുന്നു. ഇവിടെ ഇവർ തലച്ചോറിന്റെ ബാക്ക് സൈഡിലേക്ക് വരുന്നു. ജോയ് ആവശ്യമില്ലെന്ന് വിചാരിച്ച് വലിച്ചെറിഞ്ഞ മെമ്മറി ബോൾസ് ഇവിടെ ഒരു മല പോലെ കിടക്കുന്നു. ഇത്രത്തോളം വലിച്ചെറിഞ്ഞോ എന്ന് ഇവൾക്ക് തന്നെ അതിശയം തോന്നുന്നു. ഇവിടെ ആങ്സൈറ്റി അവസാനത്തെ മെമ്മറി ബോളും വെച്ച് പുതിയ സെൻസ് ഓഫ് സെൽഫ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ജോയ് പഴയ സെൻസ് ഓഫ് സെൽഫ് എടുക്കുമ്പോൾ അതിന്റെ പവർ ഇല്ലാതാവുന്നു. പക്ഷെ പുതുതായി രൂപപ്പെട്ട സെൻസ് ഓഫ് സെൽഫ് റൈലിക്ക് അവളുടെ വിശ്വാസമാണ് കൊടുക്കുന്നത്. കാരണം ഇത് രൂപപ്പെട്ടിരിക്കുന്നത് ആങ്സൈറ്റിയുടെ ടെൻഷൻ നിറഞ്ഞ തീരുമാനങ്ങളിൽ നിന്നാണ്. അതായത് ഫ്രണ്ട്സിനെ മാറ്റി നിർത്തി ഇഷ്ടമുള്ള കാര്യത്തെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, കള്ളം പറഞ്ഞു, കോച്ചിന്റെ റൂമിൽ ഒളിച്ചു കയറി. സത്യത്തിൽ അവൾക്ക് തന്റെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ. അതുകൊണ്ട് താനൊരു നല്ല പ്ലെയർ അല്ലേ എന്ന് അവൾക്ക് തന്നെ സംശയം തോന്നുന്നു. സാഡ്നസ്, ഞങ്ങൾ സെൻസ് ഓഫ് സെൽഫ് എടുത്തു കഴിഞ്ഞു, വേഗം തന്നെ ഞങ്ങൾ റീകോൾ ചെയ്യൂ. റൈലി ഇപ്പോൾ അവളുടെ ആത്മവിശ്വാസം മാത്രം ഫീൽ ചെയ്യുന്നത് കൊണ്ട് എംബാരസ്മെന്റ് അവളെ തടയാൻ ശ്രമിക്കുന്നു. സാഡ്നസിനെ സഹായിക്കുന്നു. കറക്റ്റായി സാഡ്നസ് റീകോൾ ചെയ്യുമ്പോൾ ആങ്സൈറ്റി കാണുന്നു. അതുകൊണ്ട് ആ പൈപ്പ് ലൈനെ പൂർണ്ണമായും തകർക്കുന്നു. കുറച്ചു നേരത്തിന് മുൻപ് വരെ ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കാമെന്ന വിശ്വാസത്തോടെ ഇരുന്ന ജോയ് മൊത്തത്തിൽ തകർന്നു പോകുന്നു. ഫസ്റ്റ് പാർട്ടിലേതുപോലെ അവിടെ കിടന്ന മെമ്മറി ബോൾസ് എടുത്ത് റിവേഴ്സ് ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും ഐഡിയ കിട്ടുമോ എന്ന് നോക്കുന്നു. അപ്പോഴും ഒന്നും കിട്ടുന്നില്ല.
ഇനി എന്തു ചെയ്യുമെന്നറിയാതെ സങ്കടപ്പെടുന്നു. നമ്മളിനി എന്തു ചെയ്യുമെന്ന് ഇവർ ചോദിക്കുന്നു. എനിക്കറിയില്ല. ഒരാൾ വളരും തോറും ആങ്സൈറ്റി അവരുടെ ജീവിതത്തിലെ തടയാൻ കഴിയാത്ത ഒന്നായി മാറാം. സന്തോഷം കുറയുന്ന ഒന്നായിരിക്കാം. പക്ഷെ ഒന്ന് മാത്രം അറിയാം, നമ്മുടെ റൈലി ആയിരിക്കണമെങ്കിൽ ഈ സെൻസ് ഓഫ് സെൽഫ് ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിക്കണം, എത്രയും വേഗം. ഇവിടെ മാച്ച് സ്റ്റാർട്ട് ആവുന്നു. ഇവളുടെ കഴിവിൽ ഇവൾക്ക് തന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ട് വളരെയധികം വെപ്രാളപ്പെടുന്നു. മറ്റുള്ളവർക്ക് പാസ് കൊടുക്കാതെ അവൾ തന്നെ ഗോൾ അടിക്കുന്നു. ഒരു ഗോൾ അടിച്ചു, ഇനി 2 എണ്ണം. ഇവിടെ നിന്ന് പെട്ടെന്ന് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ നമുക്ക് പൗച്ചിയെ വിളിക്കാമെന്ന് ആങ്കർ പറഞ്ഞതും എല്ലാവരും വിളിക്കുന്നു. ഉടനെ തന്നെ പൗച്ചി അവിടേക്ക് വരുന്നു. ആങ്കർ അവനെ സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ അവന്റെ ഉള്ളിൽ നിന്ന് ഒത്തിരി ഡൈനാമൈറ്റ് എടുക്കുന്നു. റൈലി വീണ്ടും വെപ്രാളപ്പെട്ട് തന്നെ കളിക്കുന്നു. അവളുടെ ടീംമേറ്റിന്റെ കയ്യിൽ നിന്ന് ബോൾ തട്ടിയെടുത്ത് അവൾ അടിക്കേണ്ട ഗോൾ റൈലി അടിക്കുന്നു. ആ മെമ്മറി ബോൾസിന്റെ മലയെ ബ്ലാസ്റ്റ് ചെയ്യുന്നു. എല്ലാ മെമ്മറി ബോൾസും റൈലിയുടെ അടിമനസ്സിലേക്ക് ഉരുണ്ടുപോകും. ഇവരും അതിന്റെയൊപ്പം അവിടെ എത്തും. അതാണ് ഇവരുടെ പ്ലാൻ. പക്ഷെ ഈ മെമ്മറി ബോൾസ് റൈലിയുടെ അടിമനസ്സിലേക്ക് പോയാൽ ഇതിൽ നിന്ന് ആവശ്യമില്ലാത്ത വിശ്വാസങ്ങൾ ഉണ്ടാകും. എന്നാലും അവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അത് ചെയ്യുന്നു. റൈലി എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും അവൾക്ക് 3ാമത്തെ ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ല. ശ്രദ്ധയില്ലാതെ കളിച്ചത് കാരണം ഫ്രണ്ടിനെ ഇടിച്ചിടുന്നു. കോച്ച് അവൾക്ക് പെനാൽറ്റി കൊടുത്ത് പുറത്തയക്കുന്നു. ഫ്രണ്ടിന് നല്ല പരിക്ക് പറ്റുന്നു. പക്ഷെ ഇവളത് മനഃപൂർവ്വം ചെയ്തതല്ല. കൂടുതൽ ടെൻഷൻ ആയതുകൊണ്ട് അവൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നു. I can fix it. ഇവർ വിചാരിച്ചതുപോലെ തന്നെ എല്ലാവരും അടിമനസ്സിലെത്തുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ മെമ്മറി ബോൾസിൽ നിന്ന് പുതിയ വിശ്വാസങ്ങളും ഉണ്ടാവുന്നു. റൈലി വളരെയധികം ബുദ്ധിമുട്ടുന്നു. ആങ്സൈറ്റി അത് ശരിയാക്കുന്ന പേരിൽ അവളെ കൂടുതൽ ടെൻഷനാക്കുന്നു. ഇവർക്കത് തടയാൻ കഴിയുന്നില്ല. കൺസോളിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ പുതിയ സെൻസ് ഓഫ് സെൽഫിനെ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനും കഴിയുന്നില്ല. മുകളിലേക്ക് വന്ന ഇവർ കാര്യം മനസ്സിലാക്കി അവരോടൊപ്പം ചേരുന്നു. പക്ഷെ അപ്പോഴും അത് എടുക്കാൻ കഴിയുന്നില്ല. ആങ്സൈറ്റി കൺസോളിൽ നിന്ന് മാറിയാൽ മാത്രമേ അത് എടുക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി ജോയ് വളരെയധികം കഷ്ടപ്പെട്ട് കൺസോളിന്റെ അടുത്തേക്ക് വരുന്നു. നോക്കുമ്പോൾ ആങ്സൈറ്റി സ്വന്തം കൺട്രോളിലല്ല. ആങ്സൈറ്റി മനസ്സിലാക്ക്, റൈലി എങ്ങനെയായിരിക്കണമെന്ന് നീ തീരുമാനിക്കാൻ പാടില്ല. അവള് ഫ്രീ ആയി വിടൂ എന്ന് പറഞ്ഞു മനസ്സിലാക്കി ആങ്സൈറ്റിയെ കൺട്രോളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. പുതിയ സെൻസ് ഓഫ് സെൽഫ് റിമൂവ് ചെയ്ത് ജോയ് കൊണ്ടുവന്ന പഴയ സെൻസ് ഓഫ് സെൽഫ് വെക്കുന്നു. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നവും സോൾവ് ആവുന്നില്ല. റൈലി അപ്പോഴും ടെൻഷനിലാണ്. ജോയ് എന്നോട് ക്ഷമിക്ക്, റൈലി എങ്ങനെയായിരിക്കണമെന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടതെന്ന് ആങ്സൈറ്റി പറയുമ്പോഴാണ് ഇത്രയും നാൾ ജോയ് അതാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന കാര്യം ജോയ്ക്ക് തന്നെ മനസ്സിലാവുന്നത്. അതായത് റൈലിയുടെ മെമ്മറീസിൽ നിന്ന് ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തതെന്ന് ജോയ് ആണ് തീരുമാനിച്ചിരുന്നത്. അതാണ് അവൾ ചെയ്ത തെറ്റ്. ആവശ്യമില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ച മെമ്മറീസിൽ നിന്ന് പോലും പുതിയ വിശ്വാസങ്ങൾ രൂപപ്പെടുന്നു. ജോയ് പഴയ സെൻസ് ഓഫ് സെൽഫിനെയും പുറത്തെടുക്കുന്നു. പുതുതായി രൂപപ്പെട്ട വിശ്വാസങ്ങളിൽ നിന്ന് ഞാനൊരു കരുണയുള്ളവളാണ്, ഒരു സെൽഫിഷാണ്, ഒരു നല്ല പെൺകുട്ടിയാണ്, ചീത്ത പെൺകുട്ടിയാണ്, ഞാനൊരു ധൈര്യശാലിയാണ്, ഒരു പേടിത്തൊണ്ടിയാണ്, ഞാൻ ജയിച്ചുകൊണ്ടിരിക്കും, ഒരു തോറ്റോടിയാണ്, ഞാനൊരു നല്ല ഫ്രണ്ടാണ്, ഒരു മോശമായ ഫ്രണ്ടാണ്. ഇങ്ങനെ ഒത്തിരി സെൻസ് ഓഫ് സെൽഫ് മാറി മാറി വരുന്നു. ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് ജോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. നമ്മളെല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല ജീവിതം. എല്ലാ വികാരങ്ങളും ചേർന്നതാണ് ജീവിതം. റൈലി എല്ലാ വികാരങ്ങളെയും മനസ്സിലാക്കുമ്പോഴാണ് ആ പാനിക് അറ്റാക്ക് ശരിയാവുന്നത്. അവൾ സങ്കടപ്പെടുന്നത് കണ്ട് ഫ്രണ്ട് അവളെ വന്ന് കാണുന്നു. നിങ്ങൾ വേറെ സ്കൂളിലേക്ക് പോകുമെന്നറിഞ്ഞതും ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ ബിഹേവ് ചെയ്തത്. എന്നോട് ക്ഷമിക്കെന്ന് പറയുന്നു. ഫ്രണ്ട്സ് അവളെ മനസ്സിലാക്കുന്നു. അവളോട് അവർക്ക് ദേഷ്യമൊന്നുമില്ല. റൈലിയുടെ മനസ്സിപ്പോൾ വളരെ ശാന്തമാണ്. അവൾക്കൊരു സംതൃപ്തി ഫീൽ ചെയ്യുന്നു. ജോയുടെ ബോഡിയിൽ നിന്ന് പാർട്ടിക്കിൾസ് കൺസോളിന് നേരെ പോകുന്നു. സോ റൈലി ഇപ്പോൾ ഹാപ്പി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. റൈലി ആ ഗെയിം ഒരു ടെൻഷനും വെപ്രാളവും ഇല്ലാതെ വളരെയധികം സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് കളിക്കുന്നു. അടുത്ത ഷോട്ട് ക്യാമ്പ് കഴിഞ്ഞ് ഹൈസ്കൂളിൽ കാണിക്കുന്നു. റൈലി ടീമിൽ സെലക്ട് ആയോ എന്നറിയാൻ കോച്ചിന്റെ മെസ്സേജിനായി വെയിറ്റ് ചെയ്യുന്നു. ഒരുപക്ഷെ അവൾ സെലക്ട് ആയില്ലെങ്കിൽ അച്ഛൻ മമ്മി സങ്കടപ്പെടും. മ്യൂസിക് ക്ലാസ്സിന് തന്നെ പോകേണ്ടി വരുമെന്ന് പറഞ്ഞ് ആങ്സൈറ്റി ടെൻഷൻ ആവുന്നു. ശരി ആങ്സൈറ്റി ഒന്ന് സമാധാനമായിരിക്കും, ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, നീ കുറച്ച് റെസ്റ്റ് എടുക്കെന്ന് പറഞ്ഞ് ആങ്സൈറ്റി ഒരു മസാജ് ചെയറിലിരുത്തുന്നു. ടീമിൽ സെലക്ട് ആവുന്നോന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കൺട്രോളിലുള്ള വേറെ എന്തെങ്കിലും പറയാൻ പറയുന്നു. ഓ ആണോ, നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്, അതിന് പഠിക്കണമെന്ന് ആങ്സൈറ്റി പറയുന്നു. സൂപ്പർ ആങ്സൈറ്റി, ഇങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും പ്രശംസിക്കുന്നു. എൻവി എല്ലാവരും മറന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. പൗച്ചിയെ ആങ്കറിന് ഇഷ്ടമായത്
ആയതുകൊണ്ട് അവൻ തന്നെ അതിനെ വെച്ചിരിക്കുന്നു. റൈലിക്ക് മെസ്സേജ് വരുന്നു, നോക്കുമ്പോൾ ഫ്രണ്ട്സ് അയച്ചതാണ്. അക്കാലത്ത് ഞാനും എന്റെ ഫ്രണ്ട്സും. ഇല്ലില്ല മുത്തശ്ശി, ഇപ്പോഴും നേരത്തെയാണ് വന്നത്. ഓക്കെ ഞാൻ പിന്നീട് വരാം. റിസൾട്ട് എന്തായാലും അവളെ സഹായിക്കാൻ നമ്മളുണ്ടല്ലോ എന്ന് പറഞ്ഞ് എംബാരസ്മെന്റ് ആദ്യമായി സംസാരിക്കുന്നു. ഉടനെ നാണിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ സെലക്ട് ആയില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത വർഷം നോക്കാമെന്ന് പറഞ്ഞാലും റൈലി അല്പം പോലും ടെൻഷൻ ആവാതെ കൂളായിരിക്കുന്നു. കാരണം റൈലി ഇപ്പോൾ എല്ലാം നന്നായി മനസ്സിലാക്കുന്നു, നന്നായി പഠിക്കുന്നു, നന്നായി കളിക്കുന്നു, ഇടയ്ക്കിടെ ജോക്കും പറയുന്നു. അവൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും അവളെ വിഷമിപ്പിക്കുന്ന മെമ്മറീസിൽ നിന്നുമാണ് റൈലി താൻ ആരാണെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. കോച്ചിന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നു. അത് കണ്ട് അവൾ സന്തോഷിക്കുന്നു. അതോടെ സിനിമ അവസാനിക്കുന്നു. അവൾ സന്തോഷിക്കുന്നെങ്കിൽ കോച്ച് എന്തായിരിക്കും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ അത് പ്രധാനമല്ല. നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്നും നമ്മൾ ഒത്തിരി പഠിക്കേണ്ടതുണ്ട്. സോ എല്ലാ വികാരങ്ങളും ചേർന്നതാണ് ജീവിതമെന്ന് മനസ്സിലാക്കണം. അതാണ് പ്രധാനം. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം, കുഴപ്പമില്ല. പക്ഷേ വളരും തോറും വികാരങ്ങൾ നമ്മെ കൺട്രോൾ ചെയ്യാൻ പാടില്ല, നമ്മൾ വികാരങ്ങളെ കൺട്രോൾ ചെയ്യണം. ഉദാഹരണത്തിന് എപ്പോഴും കളിക്കാൻ തോന്നുമെങ്കിലും കുറച്ചുനേരം കളിച്ചിട്ട് പഠിക്കുന്നത്, ചോക്ലേറ്റ്, ഐസ്ക്രീം ഇതെല്ലാം ഇഷ്ടമാണെങ്കിലും ആവശ്യത്തിന് മാത്രം കഴിക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും. ക്യാമ്പ് എങ്ങനെയുണ്ടായിരുന്നെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഇവൾ സിമ്പിളായി നന്നായിരുന്നെന്ന് പറയുന്നു. ഇവൾ മുടിയിൽ റെഡ് കളർ അടിച്ചിരിക്കുന്നത് കണ്ട് അമ്മയുടെ തലയിലും ആങ്സൈറ്റി രൂപപ്പെടുന്നു. ഹേയ് ഡാർക്ക് സീക്രട്ട്, ഞാനാണ്, പുറത്തു വാ. എന്താണ് ആ സീക്രട്ട്, പറ. കാർപ്പറ്റ് കീറിയത് റൈലിയാണ്. അത്രേ ഉള്ളൂ. സ്വിമ്മിംഗ് പൂളിൽ ഒന്നിനു പോയെന്ന് പറയുമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം മല്ലു ടെല്ലർ.